Hello friends, welcome to Dhruv World Malayalam Recipes. ഇന്ന് ഇവിടെ ഞാൻ മുളപ്പിച്ച പയർ വെച്ചിട്ട് നല്ല പയർ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ചപ്പാത്തി, പുട്ട്, അതുപോലെ ചോറ് ഇതിനൊക്കെ കൂട്ടി കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ മുളപ്പിച്ച പയർ വെച്ചിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് കുക്ക് ചെയ്യാതിരിക്കുകയാണ് നല്ലത് മുളപ്പിച്ചത്. പക്ഷേ കുട്ടികളൊക്കെ ആവുമ്പോൾ അത് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കറികൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതിനായിട്ട് ഞാൻ കുക്കറിലല്ല ഇവിടെ വേവിക്കാൻ പോകുന്നത്. ഇതുപോലെ ഒരു പാത്രത്തിൽ നമുക്ക് മുളപ്പിച്ച പയർ വേവിക്കാൻ വയ്ക്കും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഓവർ കുക്ക് ആവരുത്. ഓവർ കുക്കായിട്ടുണ്ടെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കി കുറച്ച് നേരം വച്ച് കഴിയുമ്പോഴേക്കും അത് കട്ട പിടിച്ചു പോകും. അപ്പം നമ്മൾ ഇതുപോലെ ആവശ്യത്തിന് വേവിച്ചെടുക്കുക. ഒരു വളരെ കുക്കാവാതെ പയറിൻ്റെ ആ ഒരു ഷേപ്പ് നിലനിൽക്കുന്ന ഭാഗത്തിന് തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണത്. അതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വേവിക്കാത്തത്. ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുള്ളവർക്ക് കുക്കറിൽ വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവുമ്പോഴേക്കും നമുക്കിവിടെ അതിൻ്റെ കടുക് വറുത്ത് സവാളയൊക്കെ മൂപ്പിക്കണ കാര്യങ്ങൾ നോക്കാം. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു ടീസ്പൂൺ ജീരകം ചേർക്കാം. ജീരകം ഇഷ്ടമല്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം കേട്ടോ. ജീരകം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ചതച്ചോ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞതോ ചേർക്കാം കേട്ടോ. ഇവിടെ ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു 4 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ചിലർക്ക് ഇഞ്ചി ഇഷ്ടമായിരിക്കില്ല, ചിലർക്ക് വെളുത്തുള്ളിയുടെ രുചി ഇഷ്ടമായിരിക്കില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ അനുസരിച്ചൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചുവന്ന് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് 3 പച്ചമുളക് ചേർക്കാം. ഇവിടെ ഒരു 15 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. 15 20 ഒക്കെ ആകുക കേട്ടോ. 15 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം ഒരു സവാള എടുക്കാം. നമുക്കിത് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. വളരെ അധികം ബ്രൗൺ കളർ ആവണ്ട. ചെറുതായിട്ട് അതിൻ്റെ ആ വൈറ്റ് കളറൊക്കെ ഒന്ന് മാറി ഒരു ചുവപ്പാവുന്ന ആ സ്റ്റേജിൽ നമുക്ക് അടുത്തത് ചെയ്യാം. ഇവിടെ ഞാൻ കുറച്ച് കറിവേപ്പില തണ്ടോട് കൂടി തന്നെ ചേർക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കറിവേപ്പില ഇതുപോലെ ഇടുകയാണ് കേട്ടോ. അത് നല്ലൊരു മണം കിട്ടും ആ തണ്ടോട് കൂടി തന്നെ ചേർത്ത് ഇലയൊക്കെ അങ്ങനെ ഇടുകയാണെങ്കിൽ. അപ്പോൾ ഉള്ളി ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും ചേർക്കാം. ഇതൊന്ന് പച്ചമണം മാറട്ടെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇവിടെ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കുക. നമുക്ക് തക്കാളിയുടെ അളവ് കൂട്ടിയൊക്കെ കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും തക്കാളി ഈ പയറുമായിട്ട് ചേരുമ്പോൾ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തക്കാളി നന്നായിട്ട് വേവിക്കണം. ഈ പയറുകറി തന്നെ നമുക്ക് പല തരത്തിൽ ഉണ്ടാക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാം. അധികം കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. വേറെ താളിച്ച് മാത്രം ചേർത്തിട്ട് ചെയ്യാൻ പറ്റും. പല തരത്തിൽ നമുക്ക് ചെറുപയർ കറി ഉണ്ടാക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. നമ്മുടെ തക്കാളി നല്ല വെന്ത് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് ഇതുപോലെ വേവിക്കണം കേട്ടോ. എങ്കിലാണ് അതിൻ്റെ ചാറൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്ന് പയറുമായിട്ട് യോജിച്ച് നല്ല ടേസ്റ്റ് ആവുള്ളൂ കറിക്ക്. ഇതാ ഞാൻ ഇത് ഇത്രയും ആണ് വേവിച്ചിരിക്കുന്നത്. ഇങ്ങനെ വേവിച്ചാൽ മതി. അധികം ഓവറായിട്ട് വെന്ത് പോകരുത് കേട്ടോ. അത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് കുറച്ച് നേരം കഴിയുമ്പോൾ പയർ കട്ടയായിട്ടിരിക്കണതാണ് നമുക്ക്. അപ്പം നമുക്കിത് പയർ ചേർക്കാം, വേവിച്ച പയർ. അപ്പം നമ്മളിതൊക്കെ ഈ തക്കാളിയും സവാളയും സവാള ആണെങ്കിൽ സവാള അല്ലെങ്കിൽ ഉള്ളി ആണെങ്കിൽ ഉള്ളി ഇതൊക്കെ വഴറ്റി വരുമ്പോഴേക്കും നമ്മുടെ പയറും വെന്തിരിക്കും കേട്ടോ.
കുക്കറിൽ തന്നെ വയ്ക്കണമെന്നില്ല, നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാൻ പറ്റും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് കൂടുതൽ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചപ്പാത്തിക്കൊക്കെ ആകുമ്പോൾ അധികം ഗ്രേവി ആവശ്യമില്ലല്ലോ. ഉപ്പൊക്കെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 4-5 മിനിറ്റ് ഇതുപോലെ തിളപ്പിക്കാം. അപ്പോൾ നമുക്ക് ആ തക്കാളിയുടെയൊക്കെ രുചി ഇതിൽ ആ മസാലപ്പൊടികളുടെയും അതുപോലെ തന്നെ തക്കാളിയുടെയൊക്കെ രുചി ചെറുപയറിൽ നന്നായിട്ട് യോജിച്ച് വരും. കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒരു ലോ ഫ്ലെയിമിൽ 4-5 മിനിറ്റ് നമുക്ക് വേവിക്കാം. തുറന്ന് വെച്ച് തന്നെ വേവിച്ചാൽ മതി കേട്ടോ. ഒരു 4-5 മിനിറ്റ് ഞാൻ ചെറു തീയിൽ വെച്ചിട്ട് ഇത് തിളപ്പിച്ചിരുന്നു. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളി മുളപ്പിച്ച ചെറുപയർ കറി റെഡി ആയി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ ബൈ.